കേരളം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ച് പ്രചാരണം കടുപ്പിച്ചിരിക്കുകയാണ് മുന്നണികൾ. ദേശീയ നേതാക്കളടക്കം കേരളത്തിലേക്ക് എത്തുന്നു. എൻഡിഎയുടെ പ്രചാരണത്തിന് മാറ്റുകൂട്ടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേരളത്തിലെത്തിയത്. അദ്ദേഹം പാലക്കാട്ടാണ് ആദ്യ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തത്. രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസംഗം ആയിരുന്നു അദ്ദേഹത്തിൻ്റേത്. എൻഡിഎ BJP പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തൃശ്ശൂരിൽ എത്തുകയും ചെയ്യും. തൃശ്ശൂരിൽ ഉടൻ തന്നെ റോഡ് ഷോയും ആരംഭിക്കും. കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് പറഞ്ഞത്. യുവാക്കൾക്കും കർഷകർക്കും സ്ത്രീകൾക്കും BJPയിൽ ആത്മവിശ്വാസം വർദ്ധിച്ചു. വികസിത കേരളം എന്ന മുദ്രാവാക്യത്തോടെയാണ് മോദി പാലക്കാട് കോട്ടമൈതാനത്ത് പ്രസംഗം ആരംഭിച്ചത് തന്നെ. മലയാളത്തിൽ പ്രസംഗം തുടങ്ങിയ മോദിയെ ഹർഷാരവത്തോടെയാണ് BJP NDA പ്രവർത്തകർ വരവേറ്റത്. കൽപ്പാത്തിയെ കാശിയോട് ഉപമിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വാക്കുകൾ. ജയ് കേരളം, ജയ് കേരളം, ജയ് വികസിത കേരളം, ജയ് വികസിത കേരളം. केरल एंटे प्रिय पेट्टा सहोदरी विनीत थमाया नमस्कारम. मैं कल्पाती श्री विशालाक्षी समेत श्री विश्वनाथ स्वामी जी के चरणों में प्रणाम करता हूं. मैं देख रहा हूं इस बार केरलम में एक अलग ही माहौल है. केरलम बदलाव का संदेश दे रहा है. एनडीए की बढ़ती लोकप्रियता, बीजेपी के प्रति लोगों का बढ़ता विश्वास आज आप सबका उत्साह और ये आपका समर्थन, इतनी बड़ी संख्या में आपकी उपस्थिति. യെസ്, കേരളത്തിൽ ഇക്കുറി മാറ്റമുണ്ടാകുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നത്. മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യവുമായാണ് ഇത്തവണ NDA തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നത്. പാലക്കാട് നിന്ന് പ്രധാനമന്ത്രി ഉടൻ തൃശ്ശൂരിൽ എത്തുകയും തൃശ്ശൂരിൽ അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കുകയും ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, പാലക്കാട് വലിയ സ്വീകരണമാണ്. പ്രത്യേകിച്ച് ചുട്ടുപൊള്ളുന്ന ചൂടായിരുന്നു. ഉച്ചസമയത്താണ് പ്രധാനമന്ത്രി എത്തിയത്. ഇപ്പോൾ പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അവിടെ പ്രവർത്തകരുടെ സാന്നിധ്യം എങ്ങനെയാണ്? എത്രത്തോളം ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, നിരവധി ഗേറ്റുകളുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് ആളുകളെ അകത്തേക്ക് കയറ്റിവിടുന്നത്. കുപ്പി, ബാഗ്, അതുപോലെ പേന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള കൊടി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു സാധനങ്ങളും അകത്തേക്ക് കടത്തിവിടുന്നില്ല. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷത്തിന്റെ ബാക്കിയായിട്ടാണ് ഇത്രയും വലിയ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവർത്തകരും അതുപോലെ പ്രധാനമന്ത്രിയെ കാണാനെത്തുന്നവരുമായിട്ടുള്ള നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. എന്തായാലും അതിന്റെ ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാം. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഈ കുട്ടനെല്ലൂരിലെ കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങിയ ശേഷം ഇവിടേക്ക് തൃശൂരിലെ സ്വരാജ് റൌണ്ടിലേക്ക് എത്തും. സ്വരാജ് റൌണ്ടിലേക്ക് എത്തുന്നത് ബൈ റോഡാണ്. അതുകൊണ്ട് തന്നെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ്. ഗതാഗത നിയന്ത്രണമുണ്ട്. സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ആളുകൾക്ക് അതുപോലെ മീഡിയയ്ക്കും അതുപോലെ റെസ്ട്രിക്ഷൻസ് കൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഒരുക്കി തന്നെയാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനവുമായി തൃശൂരിലെത്തുമ്പോൾ. തൃശൂരിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ BJPയെ സംബന്ധിച്ച A ക്ലാസ് മണ്ഡലമാണ് പ്രധാനമായും. അതുകൊണ്ട് തന്നെ തൃശൂരിൽ നിന്നുള്ള പ്രതിനിധി നിയമസഭയിൽ എത്തിയേ കഴിയൂ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് BJP പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ട് കളത്തിലിറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. പ്രത്യേകിച്ചും പാലക്കാടും തൃശൂരും പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ് ആയിട്ടാണ് BJP കാണുന്നത്. കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന 9 മണ്ഡലങ്ങളിലും
ഇത്തരത്തിൽ വലിയ പ്രതീക്ഷയുണ്ട് ബിജെപിക്ക്. എന്നിരുന്നാൽ പോലും പാലക്കാടും തൃശൂരും പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. മാത്രമല്ല, നേരത്തെ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി മണ്ഡലത്തിൽ ലോക്സഭയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായതും അതുകൊണ്ട് തന്നെ അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ ബിജെപി നിയമസഭയുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് വെക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ആ ഒരു സ്ട്രാറ്റജി തന്നെ, അതായത് നിയമസഭയിൽ എത്തുമ്പോഴുണ്ടാകുന്ന, നമ്മൾ നേരത്തെ ചോദിച്ചിരുന്ന പോലെ ഡീൽ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മറുപടി പറയുമെന്ന് നേരത്തെ കോഴിക്കോട് വാർത്താസമ്മേളനം നടത്തിയിരുന്ന സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചെന്നാണ്. അദ്ദേഹം പാലക്കാട് സംസാരിച്ചപ്പോൾ തന്നെ ഡീൽ വിവാദത്തിലുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതായത് ബിജെപിയാണ് എ ടീം, അതായത് CPM പറയുന്നു കോൺഗ്രസ് ബിജെപിയുടെ ബി ടീമാണ്, തിരിച്ച് കോൺഗ്രസ് പറയുന്നു CPM ബിജെപിയുടെ ബി ടീമാണെന്ന് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ എ ടീം എന്ന് പറയുന്നത് ബിജെപിയാണ്. ആ എ ടീമായിട്ടുള്ള ബിജെപി കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കും, നിയമസഭയിലെത്തും. ഏതെങ്കിലും സാഹചര്യത്തിൽ കേരളത്തിന്റെ ഭരണം പിടിച്ചെടുത്താൽ ഈ രണ്ട് മുന്നണികളും നടത്തിയിട്ടുള്ള എല്ലാ അഴിമതികളെയും പറ്റി പരിശോധന നടത്തുമെന്നാണ് പ്രധാനമായും പാലക്കാട് പറഞ്ഞു വെക്കുന്നത്. അതുതന്നെയാണ് പ്രതീക്ഷിച്ചതും പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമെന്നാണ്. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് വെക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നത്. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നതും അത് തന്നെയാണ്. ഇവിടെയും അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം എത്തിച്ചേർന്ന ശേഷം എന്താണ് പ്രധാനമന്ത്രി ഇനിയും തൃശൂരിന് വേണ്ടി എന്താണ് പറയുന്നത്, അല്ലെ തൃശൂരിലേക്ക് നോക്കുമ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്, ആ പൊളിറ്റിക്സ് എന്താണ് കേൾക്കാൻ തന്നെയാണ് പ്രവർത്തകരായാലും കേരളമായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം വലിയ പരിശോധനകളാണ് എനിക്ക് പിന്നിൽ നടക്കുന്നത്. അതിനുശേഷമാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നത്. മറ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പി, ബാഗ്, അതുപോലത്തെ സാമഗ്രികളൊക്കെ പോലീസ് അവിടെ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. വലിയ സന്നാഹങ്ങളോടുകൂടി തന്നെയാണ് പോലീസ് അതിനെ തയ്യാറെടുത്തിട്ടുള്ളത്. എന്തായാലും ആളുകളെ അകത്തേക്ക് കയറ്റുന്നുണ്ട്. പക്ഷേ കർശനമായ പരിശോധനയ്ക്ക് ശേഷമാണ് ആളുകൾക്ക് അകത്തേക്ക് കയറാൻ കഴിയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപായിട്ടുള്ള അവസാനപ്പെട്ട പരിശോധനയുടെ ഭാഗമായിട്ട് എല്ലാ ഗേറ്റുകളിലും, അതായത് ഈ സ്വരാജ് റൌണ്ടിലേക്കുള്ള എല്ലാ ഗേറ്റുകളിലും കർശനമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ആളുകൾ, പ്രവർത്തകർ ഉൾപ്പെടെ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണാനും അതുപോലെ BJP നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയെ കാണാനും ഒക്കെ നിരവധി ആളുകളാണ് ഇങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ആദ്യമായിട്ടാണ് അല്ലല്ല, ഞങ്ങൾ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്താ പറയാൻ പോണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഞങ്ങൾ നല്ല വിജയം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. പ്രത്യേകിച്ച് മണ്ണൂര്, തൃശ്ശൂരൊക്കെ മണ്ഡലങ്ങളൊക്കെ നല്ല വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലപോലെ വിജയിക്കും, ഒരു സംശയം വേണ്ട. തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല, കേരളം മൊത്തം BJP ഒരുപാട് സീറ്റുകൾ നേടും. ഞങ്ങളുടെ നിർണായക ശക്തിയായിട്ട് തന്നെ BJP കേരളത്തിലുണ്ടാവും, ഒരു സംശയമില്ല. അതുതന്നെയാണ് BJP പ്രവർത്തകരുടെ ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷയും അതാണ്. അഭിലാഷ്, BJP ഒരു വലിയ വിജയം നേടും, അല്ലെങ്കിൽ ഈ എ ക്ലാസ് മണ്ഡലം എന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ പോലും, അവിടെയും എ ക്ലാസ് മണ്ഡലങ്ങൾ തിരിച്ച സാഹചര്യത്തിൽ പോലും വലിയ പ്രതീക്ഷയാണ് BJP അവിടേക്ക് വെക്കുന്നത്. വലിയ ഹോംവർക്കുകളാണ് മണ്ഡലം പിടിക്കാൻ അല്ലെങ്കിൽ നിയമസഭയിൽ എത്താൻ വേണ്ടി BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ മത്സരരംഗത്ത് കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ പരിശോധനയാണ് നടക്കുന്നത്. പോലീസ് അവരുടെ കയ്യിലുള്ള ബാഗുകളൊക്കെ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ഈ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബാഗ്, കുപ്പി, പേന, ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പലരും ഇവിടെ എത്തിയ ശേഷം അറിഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അവര് പ്രായമായ ആളുകൾക്കൊക്കെ അത്തരം ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവരുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമാണ്, അതവർക്ക് നോക്കിയേ കഴിയുള്ളൂ. അത്തരം വലിയ തർക്കങ്ങൾ ഈ ഗേറ്റിന് മുമ്പിൽ അല്പനേരമായി നടക്കുന്നുണ്ട്. ആളുകൾ, കാരണം അവസാന നിമിഷത്തിലൊക്കെ ആളുകൾ അറിഞ്ഞിട്ട് ബാഗ് കൂടെ വെക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ കുപ്പിവെള്ളം കൊണ്ടുവയ്ക്കാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് അത്തരം ഒരു കർശന നിലപാട് എടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും SPG അതുമായി ബന്ധപ്പെട്ടുള്ള കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.